ഒരു അതിജീവിതയാണെന്ന് നടി പാർവതി തിരുവോത്ത് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പോയി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറയാനുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സിനിമ താൻ സംവിധാനം ചെയ്യുന്നുണ്ടെന്നും 4 വർഷത്തോളമായി സിനിമ സംവിധാനം ചെയ്യാനുള്ള പരിശ്രമത്തിലാണെന്നും പാർവതി പറഞ്ഞു. വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പാർവതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സങ്കടം കലർന്ന സന്തോഷമാണ് ഉണ്ടായതെന്നും പാർവതി പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ടത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. 16 പേർ മാത്രമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അന്ന് സങ്കടം പങ്കുവെക്കുകയുണ്ടായി. അതിൽ നിന്നാണ് പിന്നീട് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് രൂപീകരണം. മലയാള സിനിമയിൽ ചരിത്രപരമായ മാറ്റം സംഭവിച്ചത് WCCക്ക് മുമ്പും ശേഷവുമല്ല, അതിജീവിതയുടെ ഒരു തീരുമാനത്തിന് ശേഷമാണ് സിനിമാ രംഗത്തെ എല്ലാവരുടെയും ജീവിതം മാറിയത്. ഓരോ തവണയും അമ്മ സംഘടനയുടെ യോഗത്തിന് പോയി പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് വിടൂ പാർവതി, നമ്മൾ ഒരു കുടുംബമല്ലേ, നമുക്ക് ഓണമൊക്കെ ആഘോഷിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സദ്യയൊക്കെ കഴിച്ച് ഇങ്ങനെ പോകാം എന്നാണ് പറയുക. പഞ്ചായത്തിലൊക്കെ പണ്ടൊക്കെ കണ്ടുവരുന്ന രീതിയിലുള്ള വോട്ടെടുപ്പുകളാണ് അവിടെ നടക്കാറുള്ളത്. അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായ ബാത്റൂം സൗകര്യം നമ്മുടെ ജോലിസ്ഥലങ്ങളിൽ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനും പെറ്റീഷനിൽ അവർ ഒപ്പുവെക്കാനും ഒക്കെ ഒരു കാരണമുണ്ട്. വളരെ സീനിയർ ആയിട്ടുള്ള നടന്മാർക്ക് പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് അവർക്കു കൂടി ആവശ്യമുള്ള കാര്യങ്ങളാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ആവശ്യത്തെ പിന്തുണച്ചത്. അതുവരെ അത് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. ഈ സംഭവത്തിന് ശേഷം തനിക്ക് ബാത്റൂം പാർവതി എന്ന് പേര് വീണെന്നും പാർവതി പറയുന്നു.